നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സമയമായി. In the previous class, we discussed about gram atomic mass, 1 gram atomic mass, 6.022 into 10 raised to 23 atoms, gram molecular mass, 1 gram molecular mass, 6.022 into 10 raised to 23 molecules. അങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലെ? അവോഗാഡ്രോ നമ്പർ അവോഗാഡ്രോ അതിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. gram atomic mass 6.022 into 10 raised to 23 atoms ഉണ്ടാകും. 1 gram molecular mass 6.022 into 10 raised to 23 molecules ഉണ്ടാകും. വളരെ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് അത് കഴിഞ്ഞത്. അതിന്റെ കണ്ടിന്യൂഷൻ. ആക്ച്വലി നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് ദ നെയിം ഓഫ് അവർ ചാപ്റ്റർ ഈസ് മോൾ കോൺസെപ്റ്റ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മോൾ കോൺസെപ്റ്റ് എന്നാണ്. ദ നെയിം ഓഫ് അവർ ചാപ്റ്റർ ഈസ് മോൾ കോൺസെപ്റ്റ്. അപ്പം എന്താണ് മോൾ? നമ്മൾ മോൾ എന്നുള്ള വേർഡ് വി ഹേർഡ്. നമ്മൾ പലതവണ വി ഹേർഡ് അബൌട്ട് ദ വേർഡ് മോൾ. നമ്മൾ പലതവണ ഈ മോൾ എന്ന് പറയുന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. നമുക്കറിയാലോ, ഇപ്പം 12 എണ്ണമാണെങ്കിൽ നമ്മൾ ഡസൺ എന്ന് പറയും. ഇഫ് ദർ ആർ 12 നമ്പേഴ്സ് ഓഫ് എനിത്തിങ്, എന്തിന്റെയെങ്കിലും 12 നമ്പേഴ്സ് ആണെങ്കിൽ വി സഡ് ഇറ്റ് ആസ് ഡസൺ. നമ്മൾ അതിനെ ഡസൺ എന്നാ പറയാ, 12 എണ്ണം അല്ലെ. ഇഫ് ദർ ആർ 12 ബാംഗിൾസ് വി സേ ഇറ്റ് ആസ് a dozen of bangle. If there are 12 beads, 12 മുത്തുകൾ ഉണ്ടെങ്കിൽ we say it as a dozen of beads, like that. നമ്മൾ എന്തെങ്കിലും 12 എണ്ണത്തിന് സിംപിളി ഡസൺ എന്നാ പറയുക. അതുപോലെ a pair, we use the term pair, ജോഡി, ഒരു ജോഡി എന്ന് നമ്മൾ പറയും. പെയർ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന a new term is mole. കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് മോൾ. That is, we know that Avogadro number of particles 6.022 into 10 raised to 23. 6.022 into 10 raised to 23. 6.022 into 10 raised to 23. ഏതായി നമ്പർ? This is Avogadro number എന്നാ പറയുക. 6.022 into 10 raised to 23 is Avogadro number. Avogadro number of particlesനെയാണ് നമ്മൾ മോൾ എന്ന് പറയുക. അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ മോൾ എന്നാണ് കെമിസ്ട്രിയിൽ പറയുന്നത്, സയൻസിൽ പറയുന്നത് അല്ലെ. ഇപ്പൊ 12 എണ്ണത്തിനെ ഡസൺ എന്ന് നമുക്ക് സൂചിപ്പിക്കാമെങ്കിൽ, 2 എണ്ണത്തിനെ പെയർ എന്ന് സൂചിപ്പിക്കാമെങ്കിൽ, ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ 6.022 into 10 raised to 23 particles are termed as mole. അത് പ്രോട്ടോൺ ആകാം, ഇറ്റ് മേ ബി ന്യൂട്രോൺ, ഇറ്റ് മേ ബി ഇലക്ട്രോൺ, എന്തുവാകാം. പ്രോട്ടോൺ ആകാം, ന്യൂട്രോൺ ആകാം, ഇലക്ട്രോൺ ആകാം, ആറ്റം ആകാം, മോളിക്യൂൾ ആകാം. എന്തും അവോഗാഡ്രോ നമ്പർ എടുത്താൽ അതിനെ 1 മോൾ എന്നാ പറയുക. ഇഫ് there are 6.022 into 10 raised to 23 proton, we call it as 1 mole of proton. 6.022 into 10 raised to 23 proton ഉണ്ടെങ്കിൽ 1 mole proton എന്നാ വിളിക്കുക. If there are 6.022 into 10 raised to 23 electron, we call it as 1 mole electron. 6.022 into 10 raised to 23 electron ഉണ്ടെങ്കിൽ നമ്മൾ പറയും 1 mole electron എന്ന്. Similarly, if there are 6.022 into 10 raised to 23 atoms, 6.022 into 10 raised to 23 atoms ഉണ്ടെങ്കിൽ we set it as 1 mole atom. നമ്മൾ അതിനെ 1 mole atom എന്ന് വിളിക്കും. അതുപോലെ 6.022 into 10 raised to 23 മോളിക്യൂൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും 1 മോൾ മോളിക്യൂൾ. ആ രീതിയിലാണ് നമ്മൾ കെമിസ്ട്രിയിൽ പറയുന്നത്. അപ്പൊ ആക്ച്വലി എന്താണ് മോൾ എന്ന് പറഞ്ഞാൽ 6.022 into 10 raised to 23 അതിന് തുല്യമായിട്ടുള്ള എന്തിനേയും നമ്മൾ 1 മോൾ എന്ന് പറയും. 6.022 into 10 raised to 23 പാർട്ടിക്കിൾസ് പ്രസന്റ് ആണെങ്കിൽ 1 മോൾ പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിൾ 1 മോൾ ഉണ്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ ഈ 1 മോളിന്, ഈ മോൾ എന്ന് പറയുന്ന സാധനത്തെ ഞാൻ മറ്റൊരു രീതിയിൽ പറയുകയാണ്. ആറ്റംസ് ഉപയോഗിച്ചിട്ടും മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ടും വിശദീകരിക്കാണ്. പ്രീവിയസ് ക്ലാസ്സിൽ ഒത്തിരി പേര്, മെനി ഓഫ് ദ സ്റ്റുഡൻസ് ആർ ആബ്സെന്റ്, കുറെ പേര് ആബ്സെന്റ് ആയിരുന്നു, അവർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളണം. ആറ്റം വെച്ചിട്ട് ഞാൻ ഈ മോളിനെ വിശദീകരിക്കുകയാണ്. മോൾ കൺസെപ്റ്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ്ഡ് ദാറ്റ് 1 gram atomic mass ഏതൊരു പദാർത്ഥത്തിന്റെയും സബ്സ്റ്റൻസിന്റെയും
എലമെന്റിന്റെയും 1 gram അറ്റോമിക് മാസിൽ 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഏതൊരു എലമെന്റിന്റെയും 1 gram atomic mass contain 6.022 into 10⁻23 atom. 1 gram atomic mass എടുത്താൽ 6.022 into 10⁻23 atoms ഉണ്ടായിരിക്കും. അപ്പോൾ 1 gram atomic mass എന്ന് പറയാൻ എന്താ? ഗ്രാം അറ്റോമിക് മാസിന് തുല്യമായിട്ടുള്ളത് എടുക്കണം. ഗ്രാം അറ്റോമിക് മാസിന് തുല്യമായിട്ട് എടുക്കണം. ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ 1 gram എടുക്കണം. കാർബൺ എടുക്കുകയാണെങ്കിൽ കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് വി നോ 12 gram. കാർബണിന്റെ 12 gram എടുക്കണം. ഓക്സിജൻ ആണെങ്കിൽ 16 gram എടുക്കണം. നൈട്രജൻ 14 gram. അതൊക്കെ നമ്മൾ പറഞ്ഞതാ. അത്രയും എടുക്കുകയാണെങ്കിൽ അത് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. എടേ മറ്റൊരു കാര്യം ആലോചിച്ച്, ഈ 6.022 into 10⁻23 തന്നെ വിളിക്കുന്ന പേരാ 1 mole. 6.022 into 10⁻23 ആറ്റത്തെ നമുക്ക് എന്തെന്ന് പറയാം? 1 mole എന്നും പറയാം. എങ്ങനെ പറയാം? 1 mole എന്നും പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താ പഠിച്ചത്? 1 gram അറ്റോമിക് മാസ് ഓഫ് എവരി സബ്സ്റ്റൻസ്. ഏതൊരു എലമെന്റിന്റെയും 1 gram അറ്റോമിക് മാസ് കണ്ടെയ്ൻ 6.022 into 10⁻23 ആറ്റംസ്. ഇത്ര ആറ്റംസ് ഉണ്ടാവും. ഈ 6.022 into 10⁻23 ആറ്റത്തെ നമുക്ക് എന്ത് പറയാം? 1 mole. എന്ത് പറയാം? 1 mole. ആറ്റം ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം കൂടെ കൊടുക്കുന്നു. 1 mole ആറ്റം എന്ന് പറയാം. 6.022 into 10⁻23 ആറ്റത്തെ 1 mole ആറ്റം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. 1 gram അറ്റോമിക് മാസും എന്ന് പറഞ്ഞാലും 1 mole ആറ്റം എന്ന് പറഞ്ഞാലും വലിയ ഡിഫറൻസ് ഇല്ല. രണ്ടും ഒരേ സാധനം തന്നെയാണ്. 1 gram അറ്റോമിക് മാസ്, ദാറ്റ് മീൻസ് 6.022 into 10⁻23 ആറ്റം. 1 gram അറ്റോമിക് മാസിൽ ഇത്ര ആറ്റം. 1 mole ആറ്റം എന്ന് പറഞ്ഞാൽ അത്രയും തന്നെയാണ്, 6.022 into 10⁻23 ആറ്റം. അപ്പൊ ഈ 1 gram അറ്റോമിക് മാസ് എന്ന് പറയുന്ന ടേമും 1 mole ആറ്റം എന്ന് പറയുന്ന ടേമും ഒരേ സാധനം തന്നെയാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിരിക്കുക. 1 gram ആറ്റം എന്ന് പറഞ്ഞാലും 1 gram അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാലും 1 mole ആറ്റം എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ കാര്യം തന്നെയാണ്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്റെ ഒരു ചോദ്യം ഇതാണ്, 2 mole ആറ്റം എന്ന് പറഞ്ഞാൽ ഹൗ മെനി ആറ്റംസ്? 2 mole ആറ്റം. 2 mole ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് കാണും? 1 mole ആറ്റം. യെസ്, കറക്റ്റ്. 1 mole ആറ്റം അവോഗാഡ്രോ 6.022 into 10⁻23 ആറ്റം. അങ്ങനെയാണെങ്കിൽ 2 mole ആറ്റം സംശയിക്കേണ്ട, 2 into 6.022 into 10⁻23 ആറ്റം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 mole ആറ്റം എന്തായിരിക്കും? 3 into 10⁻6.022 into 10⁻23 ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ 1 gram അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാലും 1 mole ആറ്റം എന്ന് പറഞ്ഞാലും സെയിം സംഭവം തന്നെയാണ്, മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നുവെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഗ്രാം അറ്റോമിക് മാസിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ എല്ലാം മോൾ ആറ്റത്തിനും ഇതിനും ഉപയോഗിക്കാം, മോളിനും ഉപയോഗിക്കാം. നമ്മൾ ഗ്രാം അറ്റോമിക് മാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു, നമ്പർ ഓഫ് GAM. ഓർക്കുന്നുണ്ടോ? നമ്പർ ഓഫ് GAM. GAMകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് GAM എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്, GAM. ഇങ്ങനെയല്ലേ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചത്? നമ്പർ ഓഫ് GAMകളുടെ എണ്ണം ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ദി എലമെന്റ്. ഇങ്ങനെയാ കണ്ടുപിടിച്ചത്. അപ്പം GAM എന്ന് പറഞ്ഞാലും മോളാറ്റം എന്ന് പറഞ്ഞാലും സെയിം സാധനം തന്നെ. ഒരു GAM എന്ന് പറഞ്ഞാലും ഒരു മോളാറ്റം എന്ന് പറഞ്ഞാലും ഒരേപോലെയാണ്. 2 GAM എന്ന് പറഞ്ഞാലും 2 മോളാറ്റം എന്ന് പറഞ്ഞാലും സെയിം സംഭവമാണ്. അപ്പം നമുക്ക് ഈ ഇക്വേഷന് പകരം വേണമെങ്കിൽ നമുക്ക് ഇതേ സാധനം തന്നെ മോൾ ആറ്റത്തിനും കൊടുക്കാം. അപ്പൊ നമ്പർ ഓഫ് GAMന് ഞാൻ കൊടുക്കുവാണ് നമ്പർ ഓഫ് മോൾ ആറ്റം. എന്താ കൊടുക്കുന്നത്? നമ്പർ ഓഫ് മോൾ ആറ്റം. സെയിം സാധനം തന്നെ, ഒരു മാറ്റവും ഇല്ല. GAMന്റെ സ്ഥാനത്ത് മോൾ ആറ്റം എന്ന് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. നമ്പർ ഓഫ് GAM ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. എന്ത് കിട്ടും? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. കാര്യം മനസ്സിലായോ? അപ്പൊ നമ്പർ ഓഫ് മോൾ ആറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് പഠിക്കല്. ഇനി
നമുക്ക് GAMകളുടെ എണ്ണം അറിയാമെങ്കിൽ അപ്പൊ നമ്പർ ഓഫ് മോൾ ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഇനി ഈ മോൾ ആറ്റംസിന്റെ എണ്ണം അറിയാമെങ്കിൽ നമുക്ക് ആറ്റംസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മോൾ ആറ്റംസിന്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആറ്റംസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചേക്കണേ. നമ്പർ ഓഫ് മോൾ ആറ്റം ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ, ഇത് നിങ്ങൾ എഴുതിക്കോളേ. ഈ അടി കൊടുത്തിരിക്കുന്ന എഴുതണം. 1 mole is equal to 1 mole atom is equal to 6.022 into 10 raised to 23 atom. So number of mole atom is equal to given mass divided by gram atomic mass. നമ്മൾ നേരത്തെ ഗ്രാം അറ്റോമിക് മാസിന്റെ നമ്പറാ പഠിച്ചത്, നമ്പർ ഓഫ് GAM കഴിഞ്ഞ ക്ലാസ്സിൽ. സെയിം സംഭവം തന്നെ നമ്പർ ഓഫ് മോൾ ആറ്റം. നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ മുഴുവൻ നമ്പർ ഓഫ് മോൾ ആറ്റം എന്ന ടേമേ ഉപയോഗിക്കത്തുള്ളൂ. This term are using in the higher class. Higher ക്ലാസ്സുകളിൽ നമ്പർ ഓഫ് മോൾ ആറ്റം എന്നുള്ള ടേമേ ഉപയോഗിക്കത്തുള്ളൂ. We doesn't use the term number of GAM. Number of GAM എന്ന് പറയുന്ന ടേം ഉപയോഗിക്കത്തില്ല. ഇതിന് പറയാനുണ്ടോ? സോറി സർ. നമ്പർ ഓഫ് മോൾ ആറ്റം എന്ന് പറയുന്ന ടേമേ നമ്മൾ വലിയ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. മാത്രമല്ല പരീക്ഷയ്ക്കും എക്സാമിനും നമ്പർ ഓഫ് മോൾ ആറ്റം എന്നായിരിക്കും കൂടുതൽ ചോദിക്കുക. മനസ്സിലായോ? നമ്പർ ഓഫ് GAMന് പകരം എന്തായിരിക്കും കൂടുതൽ? ഒന്നും കൂടെ പറയുവോ? എവിടം വരെ പറയേണ്ടത്? മോളാറ്റം. മോളാറ്റം കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ മോൻ? സോറി സാർ, കേറാൻ പറ്റിയില്ല. അപ്പൊ ഒരു സാധനം മനസ്സിലാകത്തില്ല കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ പൊട്ടൻ ബ്രിട്ടാനിക്ക കാണുമെന്ന് പറയും, പൊട്ടൻ ആനയെ കാണുക എന്ന് പറയും. അതേപോലെ ഇരിക്കേണ്ടി വരും. ക്ലാസ് കണ്ടോ? യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കണ്ടു സാർ. ഫുള്ള് കാണണം. കാരണം അത് മനസ്സിലാകാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാവില്ല. ഒരു സാധനം മനസ്സിലാകത്തില്ല. ഞാൻ ഇങ്ങനെ കിടന്ന് അലറാമെന്നേ ഉള്ളൂ. മറ്റുള്ളവർക്ക്, ക്ലാസ് കണ്ടവർക്ക് കൃത്യമായിട്ട് കാര്യം കത്തും. അല്ലാതെ ഞാൻ ഒന്നും കൂടെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സമയം പോകും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ശ്രദ്ധിച്ചോ. എന്താണ്? നമ്മൾ പുതിയ കൺസെപ്റ്റിലോട്ട് പോവുകയാണ്. മോൾ കൺസെപ്റ്റ് ആണ്. ഈ സാധനം മുമ്പ് പഠിപ്പിച്ച സാധനം അറിയത്തില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നമുക്കറിയാലോ ഡസൻ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണവോ? 12. പെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ എത്ര? 2. എന്ത് സാധനത്തിന് നമ്മൾ പറയും? ഇപ്പം വള, ബാംഗിൾസ് എ ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ്. ബീഡ്സ്, മുത്തുകളെ ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ എന്ത് സാധനത്തിനെ, ഇപ്പൊ ചെയർ എ ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ്. എന്ത് സാധനത്തിനെയും നമ്മൾ ആ രീതിയിൽ ഡസൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. അതേപോലെ കെമിസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മോൾ. മോൾ എന്ന് നമ്മൾ പറയുന്നത് 6.022 into 10 raised to 23 പാർട്ടിക്കിൾസിനെ, ഏത് പാർട്ടിക്കിളുമാകാം, പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ്, ഒറ്റയടിക്ക് പറയും 1 മോൾ. എന്ത് പറയും? 1 മോൾ അല്ലെങ്കിൽ മോൾ എന്നാ പറയുക. ദാറ്റ് ഈസ് 6.022 സൗണ്ട് ക്ലിയർ അല്ല. സൗണ്ട് ക്ലിയർ അല്ല. കേൾക്കുന്നില്ല നിങ്ങള്? ഓക്കെ 1 minute. മോൻ ആസിഫ് യൂസുഫ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10F-ലാ? അതെ, നിന്റെ അവിടുത്തെ വോയിസിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും, അവിടുത്തെ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും കേട്ടോ. 6.022 into 10 raised to 23 പ്രോട്ടോണിനെ നമ്മൾ 1 മോൾ പ്രോട്ടോൺ എന്ന് പറയും. 6.022 into 10 raised to 23 ഇലക്ട്രോണിനെ 1 മോൾ ഇലക്ട്രോൺ എന്ന് പറയും. 6.022 into 10 raised to 23 ആറ്റമിനെ 1 മോൾ ആറ്റം എന്ന് പറയും. 6.022 into 10 raised to 23 മോളിക്യൂളിനെ 1 മോൾ മോളിക്യൂൾ എന്ന് പറയും. ഏത് സാധനമുണ്ടോ അതിന് നമുക്ക് 1 മോൾ എന്ന് പറയാം. ആറ്റം ആണെങ്കിൽ ഇത്രയോ ഉണ്ടെങ്കിൽ 1 മോൾ ആറ്റം, മോളിക്യൂൾ ആണെങ്കിൽ അത്രയോ ഉണ്ടെങ്കിൽ 1 മോൾ മോളിക്യൂൾ. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് ഞാൻ ആറ്റം വെച്ചിട്ടും മോളിക്യൂൾ വെച്ചിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക. പക്ഷേ ഈ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം മനസ്സിലായെങ്കിലേ മനസ്സിലാവൂ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇരിക്കുന്ന അണ്ണന്മാർക്ക് മാത്രമേ മനസ്സിലാവൂ. അപ്പൊ ശ്രദ്ധിക്കണേ. ആറ്റംസ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു എലമെന്റിന്റെയും 1 GAM 1 ഗ്രാം അറ്റോമിക് മാസ് എടുത്താൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? അവോഗാഡ്രോ നമ്പർ. ചുമ്മാതല്ല സാർ, എനിക്ക് മനസ്സിലാവാൻ. ഞാൻ മറ്റേ ക്ലാസ് പോയി കാണട്ടെ. നീ എന്നാ ലെഫ്റ്റ് അടിച്ചോ കേട്ടോ. താങ്ക് യു സാർ.
ഏതൊരു എലമെന്റിന്റെയും 1 gram അറ്റോമിക് മാസ് എടുത്താൽ 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഏതൊരു എലമെന്റിന്റെയും 1 gram അറ്റോമിക് മാസ് എടുത്താൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? 6.022 into 10⁻23. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഹൈഡ്രജൻ ഗ്രാം അറ്റോമിക് മാസ് 1 gram, അതെടുത്താൽ 6.022 into 10⁻23 ഹൈഡ്രജൻ ആറ്റം. കാർബൺ ഗ്രാം അറ്റോമിക് മാസ് 12 gram, അത്രയും എടുത്താൽ 6.022 into 10⁻23 കാർബൺ ആറ്റം. ഓക്സിജൻ 16 gram, അത്രയും എടുത്താൽ 6.022 into 10⁻23 ഓക്സിജൻ ആറ്റം. അത് നമ്മൾ പറഞ്ഞതാ. ഈ 6.022 into 10⁻23 ആറ്റംസിനെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം 1 mol. 6.022 into 10⁻23 ആറ്റംസിനെ മറ്റൊരു പേര് നമ്മൾ പറയുവാണ്. എന്താ പറയുക? 1 mol എന്നാ പറയുക. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ സിംപിളി പറയുന്ന പേരാണ് 1 mol. That is 6.022 into 10⁻23 ആറ്റംസിനെ നമുക്ക് 1 mol ആറ്റം എന്ന് പറയാം. 1 mol ആറ്റം എന്ന് പറയാം. 6.022 സാർ യൂട്യൂബ് ചാനലിന്റെ പേരൊന്ന് പറയുമോ? യൂട്യൂബ് ചാനലിന്റെ പേര് അത് ഞാൻ ഇട്ടിട്ടുണ്ട്, നീ അത് നോക്കി വെച്ചാൽ മതി കേട്ടോ. പ്രീവിയസ് ക്ലാസ്സുകളിൽ ഞാൻ യൂട്യൂബ് ചാനലിന്റെ പേരൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. സാർ അറ്റൻഡൻസ് കിട്ടുമല്ലോ. എടാ മോനെ, നീ ഒരു കാര്യം ചെയ്യും, നീ അന്ന് ഈ ക്ലാസ് തൽക്കാലം സഹിച്ചിരിക്കുക. ഈ ക്ലാസ്സിൽ തൽക്കാലം ഇരിക്കുക, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടാൽ മതി. ഓക്കെ, ബാക്കിയുള്ള കുട്ടികൾക്ക് പഠിക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ വന്നത്. ഓക്കെ, അപ്പൊ 6.022 into 10⁻23 ആറ്റംസിനെ നമുക്ക് എന്ത് പേര് പറയാം? 1 mol എന്ന് പറയാം. ആറ്റം ആയതുകൊണ്ട് പറയാം 1 mol ആറ്റം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാലും 1 mol ആറ്റം എന്ന് പറഞ്ഞാലും ഏകദേശം ഈക്വല, ഒരേപോലെയാണ്. 1 GAM എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 ആറ്റം. 1 mol ആറ്റം എന്ന് പറഞ്ഞാലും അതും എന്ത് തന്നെയാണ്? 6.022 into 10⁻23 ആറ്റമാണ്. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, 2 mol ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റം കാണും? 2 into 6.022 into 10⁻23 ആറ്റം. 3 mol ആറ്റമോ? 3 into 3 mol ആറ്റം എന്ന് പറഞ്ഞാൽ 1 mol ആറ്റം ഇത്രയാണെങ്കിൽ 2 mol 2 into 6.022 into 10⁻23. 3 mol ആറ്റമോ? 3 into 6.022 into 10⁻23. അത്തരത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം 1 gram അറ്റോമിക് മാസും 1 mol ആറ്റവും ഒരേപോലെയാണ് എങ്കിൽ GAM കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. ഇതൊന്ന് എഴുതി വെച്ചോണേ. GAM കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. അതേ ഇക്വേഷൻസ് ഈ മോൾ ആറ്റത്തിന്റെ കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാം. എന്താണ് GAM കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച ഇക്വേഷൻ? ഞാൻ എഴുതിയതാ, നമ്പർ ഓഫ് GAM. എന്താണ് GAM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. അതേ ഇക്വേഷൻ നമുക്ക് മോൾ ആറ്റം കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചുകൂടെ? സെയിം സാധനം തന്നെയാണ്. അപ്പൊ നമുക്ക് കൊടുക്കാം നമ്പർ ഓഫ് മോൾ ആറ്റം. നമ്പർ ഓഫ് മോൾ ആറ്റം ഈസ് ഈക്വൽ ടു, മോൾ ആറ്റം കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ഇക്വേഷൻ വരിക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഇതാണ് മോൾ ആറ്റംസിന്റെ ഇക്വേഷൻ. ഇതൊന്ന് എഴുതി വെച്ചേക്കണം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നേരത്തെ പോലെ ഒരു കണക്ക് ചെയ്യാം. സംഭവം സെയിം സംഭവം തന്നെയാണ്. നേരത്തെ നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതേ പ്രോബ്ലം തന്നെ നമുക്ക് ഈ മോൾ ആറ്റം ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചേക്കെ. എഴുതിയോ? എന്നാ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എഴുതിക്കോണേ. calculate number of mole atoms and number of atoms present in 10 gram hydrogen. Calculate number of mole atoms and number of atoms present in 10 gram hydrogen. 10 gram ഹൈഡ്രജനിൽ അടങ്ങിയിട്ടുള്ള മോൾ ആറ്റംസിന്റെ എണ്ണവും കണക്കാക്കുക.
സിമ്പിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് നമ്പർ ഓഫ് മോൾ ആറ്റം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾ ആറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഇപ്പൊ എഴുതിയിട്ടുണ്ട് നമ്പർ ഓഫ് മോൾ ആറ്റം, നമ്പർ ഓഫ് GAM എന്ന് പറഞ്ഞിട്ട് എഴുതിയ അതേ ഇക്വേഷൻ തന്നെ മതി. Given mass divided by GAM, gram atomic mass. Given mass divided by gram atomic mass of element. ഇനി ഞാൻ കൊടുക്കുവാണ് നമ്പർ ഓഫ് മോൾ ആറ്റം. അതാ കണ്ടുപിടിക്കാനുള്ളത്. നമ്പർ ഓഫ് മോൾ ആറ്റംസ്, മോൾ ആറ്റംസിന്റെ എണ്ണം ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്. തന്നവരെ നമ്മൾ ഇട്ട് കൊടുത്താൽ തരാത്തവരെ കിട്ടും. തന്നവരെ ഇടുക, തരാത്തവരെ കിട്ടും. ഗിവൺ മാസ് നമുക്കറിയാം 10 ഗ്രാം, ഗ്രാം എന്ന് കൊടുക്കാം. ഓക്കെ, ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാ? പഠിച്ചിട്ടുണ്ട്. കാർബൺ, നൈട്രജൻ. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടിയില്ലേ? അപ്പൊ എത്ര കിട്ടി നമുക്ക്? 10 എന്ന് കിട്ടിയ 10 മോൾ ആറ്റം. ഓക്കെ, 10 മോൾ ആറ്റം എന്ന് കിട്ടി. നമ്മൾ 10 GAM എന്ന് ഇതേപോലെ കണ്ടെത്തിയതാ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഒരു മോൾ ആറ്റം എന്ന് പറയാൻ നമുക്കറിയാം 1 മോൾ ആറ്റം ഈസ് 6.022 into 10⁻23 ആറ്റം. 1 മോൾ ആറ്റം ഈസ് 6.022 into 10⁻23 ആറ്റം. ഇപ്പൊ കിട്ടിയത് നമുക്ക് 10 മോൾ ആറ്റം എന്നാ കിട്ടിയത്. അപ്പൊ എന്തുമാത്രം ആറ്റം ഉണ്ടാകും? 10 into 6.022 into 10⁻23. Number of atom is equal to 10 into 6.022 into 10⁻23. അല്ല, ഇതല്ലേ കിട്ടുക? ഓക്കെ, പറഞ്ഞോ. എഴുതിയോ? സാർ ഒരു മിനിറ്റ്. കേൾക്കുന്നില്ല? സാർ ലാസ്റ്റ് ലൈനാ. ഇപ്പൊ കഴിയും. ഒരുമിച്ച് എഴുതുക കേട്ടോ. ഇതിനുള്ള കണക്കുകൾ ഒരുമിച്ച് എഴുതി വരിക. അപ്പൊ നമ്മള് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടെത്തി. ഓക്കെ, ഇതുപോലെ ഏത് കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ്. അതേ സാധനം തന്നെ ഇത്. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്നുള്ള ടേമിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു എന്ന് മാത്രം? നമ്പർ ഓഫ് മോൾ ആറ്റം എന്ന് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പൊ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അതിൽ 2-3 പ്രോബ്ലംസ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം സാധനം തന്നെയാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് അടിക്കുന്നില്ല. ഓക്കെ, തുടക്കാലോ. ഞാൻ തുടക്കുവാണ്. ഇനി അടുത്തത് ശ്രദ്ധിച്ചോ. ഞാൻ അടുത്ത ആറ്റം വെച്ചിട്ട് ഞാൻ മോൾ വിശദീകരിച്ചു, എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഞാൻ മോളിക്യൂൾ വെച്ചിട്ടാണ് ഞാൻ മോളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മോളിക്യൂൾ വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 6.022 into 10⁻23. എന്തിനേയും നമ്മൾ വിളിക്കുന്ന പേര് 1 മോൾ എന്നാണ്. 6.022 into 10⁻23 ആറ്റം ആകാം, മോളിക്യൂൾ ആകാം, എന്തുവാകാം. അത് വന്നാൽ നമ്മൾ അതിനെ 1 മോൾ എന്നാ വിളിക്കുക. അപ്പൊ 6.022 into 10⁻23 മോളിക്യൂൾ വന്നാലും നമ്മൾ 1 മോൾ മോളിക്യൂൾ എന്നാ പറയാം. നേരത്തെ ആറ്റമായിരുന്നപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു 6.022 into 10⁻23 ആറ്റം ആണെങ്കിൽ ദാറ്റ് ഈസ് 1 മോൾ ആറ്റം. അങ്ങനെ തന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു ആറ്റം ആയിരുന്നപ്പോൾ. അതേപോലെ 6.022 into 10⁻23 മോളിക്യൂൾ ആണെങ്കിൽ നമ്മൾ പറയും 1 മോൾ മോളിക്യൂൾ എന്നാണ് പറയുക. അപ്പൊ ഞാൻ മോളിക്യൂളുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണ് സംഭവം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ പഠിച്ചതാണ്. ഏതൊരു എലിമെന്റിന്റെയും മോളിക്യുലാർ മാസ് ഉണ്ട്. എല്ലാത്തിനും മോളിക്യൂൾ ആവുമല്ലോ. അപ്പൊ മോളിക്യൂളിന് ഒരു മാസ് ഉണ്ട്. സാർ എന്റെ പേര് വേറൊരാളും കൂടാ.
അപ്പൊ അടുത്തത് ഏതൊരു എലമെന്റിന്റെയും 1 gram അതാരായിരുന്നു മക്കളെ? ആസിഫ് യൂസഫ് എന്ന് പറയുന്ന പയ്യൻ കുറെ നേരമായിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നു. അറിയില്ല സാർ. എന്തോ ഒരു അലമ്പുണ്ടായിരുന്നു. അവൻ ഒരു എനിക്ക് മനസ്സിലായില്ല. നമ്മളെ ഒരു ഡിസ്റ്റർബൻസ് പോലെ എനിക്ക് തോന്നിയത് പലപ്പോഴും. കാരണം അവൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. ഈ ക്ലാസ്സിൽ വന്നിട്ട് നമ്മുടെ ക്ലാസ്സിന് തുടർച്ചയായിട്ട് ഒരു ഡിസ്റ്റർബൻസ് ആകെ ഫീൽ ചെയ്തു. എനിക്ക് എന്തോ ഒരു പന്തികേടാ തോന്നിയത്. ഞാൻ അവനെ റിമൂവ് ചെയ്ത് വെച്ചു. നമ്മൾ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? ഏതാണെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല. വേറെ ആരോ സാർ? എനിക്കറിയില്ല, ചിലപ്പോ ക്ലാസ്സിലുള്ളതായിരിക്കും. പക്ഷെ എന്നാലും ആകെ ഒരു ഡിസ്റ്റർബൻസ്. വേറെ ഒരു ആസിഫ് യൂസഫ് കൂടെ ഇവിടെ ഉണ്ട്. താൻ ഉറപ്പിക്കട്ടെ പിന്നെ. അപ്പൊ ശ്രദ്ധിച്ചോ. ക്ലാസ് കുറവാക്കുവാണല്ലോ. എന്ത് സുഖമായിട്ടാണ് ഇന്ന് 10:10 ക്ലാസ് നടന്നത്. പക്ഷെ 10F10G അത്രയും ഇതായിട്ട് പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഏതൊരു എലമെന്റിന്റെയും 1 gram മോളിക്കുലാർ മാസ് എടുക്കുകയാണെങ്കിൽ, ഏതൊരു എലമെന്റിന്റെയും 1 gram മോളിക്കുലാർ മാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. 6.022 into 10⁻23 എന്താ ഉള്ളത്? മോളിക്യൂൾസ് ഉണ്ട് അല്ലെ? നമ്മള് മോളിക്കുലാർ മാസ് ഒക്കെ പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞതാ, ഏതൊരു എലമെന്റിന്റെയും 1 gram മോളിക്കുലാർ മാസിന് തുല്യമായത് എടുത്താൽ there contains 6.022 into 10⁻23 മോളിക്യൂൾ. ഇപ്പൊ ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് 2 gram ആണ്, കണ്ടെത്തിയതാണത്. ഓക്സിജന്റേത് 32 gram ആണ്, നൈട്രജന്റേത് 28 gram ആണ്. ഏതെടുത്താലും മോളിക്കുലാർ മാസിന് ഈക്വൽ ആയിട്ട് ഏതെടുത്താലും അതിൽ 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇനി അപ്പൊ 1 gram മോളിക്കുലാർ മാസിൽ 6.022 into 10⁻23 മോളിക്യൂൾ എന്ന് പറഞ്ഞു. അടുത്ത നമുക്കറിയാലോ 6.022 into 10⁻23 മോളിക്യൂളിനെ നമുക്ക് ഒറ്റ അടിക്ക് എന്ത് വിളിക്കാം? 6.022 into 10⁻23 മോളിക്യൂളിനെ ഒറ്റ അടിക്ക് എന്ത് വിളിക്കാം? 1 mol മോളിക്യൂൾ എന്ന് വിളിക്കാം. 1 mol ഓഫ് മോളിക്യൂൾ, 1 mol ഓഫ് മോളിക്യൂൾ എന്ന് വിളിക്കാം. മോളിക്യൂൾ ആയതുകൊണ്ട് 1 mol ഓഫ് മോളിക്യൂൾ എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ 1 mol മോളിക്യൂൾ, 1 mol വന്നു, വീണ്ടും ഒരു മോളിക്യൂൾ വന്നു. അതുകൊണ്ട് നമ്മൾ ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കാതെ സിംപിളി നമ്മൾ വിളിക്കുന്ന പേരാണ് 1 mol. പറഞ്ഞ മനസ്സിലായോ? 6.022 into 10⁻23 മോളിക്യൂളിനെ, അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂളിനെ 1 mol ഓഫ് മോളിക്യൂൾ എന്നാ വിളിക്കേണ്ടത്. 1 mol പിന്നെയും അതേപോലെ ഒരു മോളിക്യൂൾ. അങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് സയൻസിൽ ഇതിനെയാണ് 1 mol എന്ന് നമ്മൾ പറയുക. ഇപ്പൊ 6.022 into 10⁻23 മോളിക്യൂൾസിനെ എന്ത് പേര് പറയും? 1 mol എന്ന് പറയും. എന്താ പറയുക? 1 mol. അപ്പൊ 2 into 6.022 into 10⁻23 മോളിക്യൂളിനെ എന്ത് പറയും? ഇതിന്റെ ഇരട്ടി വന്നാൽ എന്ത് പറയും? 1 mol എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 മോളിക്യൂൾ. 2 into 6.022 into 10⁻23 മോളിക്യൂൾ 2 mol. 3 into 6.022 into 10⁻23 മോളിക്യൂൾ എന്ത് വരും? 3 mol വരും. അപ്പൊ ആ രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. 6.022 into 10⁻23 ആറ്റം ആണെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം 1 mol ആറ്റം. 6.022 into 10⁻23 മോളിക്യൂൾ ആണെങ്കിൽ നമ്മൾ അതിനെയാണ് സിംപിളി എന്ന് പറയുക 1 mol എന്ന് മാത്രം പറഞ്ഞാൽ മതി. 6.022 into 10⁻23 മോളിക്യൂൾ ആണ് 1 mol മോളിക്യൂൾ. അതിന് നമ്മൾ സിംപിളി എന്താ പറയുക? 1 mol എന്നാ പറയുക. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇത് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കും. ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന 1 gram നിങ്ങൾ ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 1 gram മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാലും 6.022 into 10⁻23 മോളിക്യൂൾസ് ആണ്. 1 mol എന്ന് പറഞ്ഞാലും 6.022 into 10⁻23 മോളിക്യൂൾ ആണ്. അപ്പൊ ഇത് രണ്ടും ഒരേ ടേമാണ്. പഴയ സാധനം എടുത്ത് പുതിയ കുപ്പിയിലാക്കി തന്നു വന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ 1 mol എന്ന് പറയുന്ന ടേമാണ് നമ്മൾ കൂടുതലായിട്ട് മോൾ എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്പർ ഓഫ് GMM, നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നേരത്തെ എഴുതിയതാണ്. ഗിവൺ മാസ്, നേരത്തെ എഴുതിയത് പോലെ തന്നെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ
gram molecular mass. അതല്ലേ? Number of GAM കണ്ടുപിടിക്കാൻ given mass divided by gram atomic mass. Number of gram atomic mass കണ്ടുപിടിക്കാൻ given mass divided by gram atomic mass. So number of gram molecular mass കണ്ടുപിടിക്കാൻ equation given mass divided by gram molecular mass. അപ്പൊ ഇതേപോലെ തന്നെ ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് മോൾസിന്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്തുകൂടെ? ഇതേ സാധനം തന്നെ. 1 gram molecular mass എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 മോളിക്യൂൾ. 1 മോൾ എന്ന് പറഞ്ഞാൽ സെയിം സാധനം തന്നെ. അപ്പം സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ എന്തായിരിക്കും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നിങ്ങൾ എഴുതി വെച്ചോ. എന്തായിരിക്കും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. Given mass divided by gram molecular mass. എന്താണ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് given mass divided by gram molecular mass. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇനി മോൾസിന്റെ എണ്ണം കിട്ടിയാൽ നമുക്ക് മോളിക്യൂളിന്റെ എണ്ണം കണ്ടെത്താം. 5 മോൾസ് ആണെന്ന് കിട്ടിയാൽ 5 into 6.022 into 10⁻23 മോളിക്യൂൾ ഉണ്ടാവും. 10 മോൾസ് ആണെന്ന് കിട്ടിയാൽ 10 into 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പൊ ഈ നമ്പർ ഓഫ് GMM എന്നതിനേക്കാൾ നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് എന്നാണ് ഓർക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു given mass divided by gram molecular mass. ഈ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചോ. കേട്ടോ. ഇതിന്റെ 2 പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇതിന്റെ പ്രോബ്ലം ഒക്കെ ആൾറെഡി ഡിസ്കസ്ഡ് ആണ്. കാരണം നമ്പർ ഓഫ് GMM എല്ലാം നമ്മൾ കണ്ടുപിടിച്ചതാണ്. എഴുതിയോ? ഇക്വേഷൻ എഴുതിയോ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു given mass divided by gram molecular mass. Yes, sir. ഓക്കെ. ഇനി അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാം. 2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് number of moles and number of molecules and number of molecules and number of moles comma number of molecules and number of atoms present in 10 gram hydrogen. ക്വസ്റ്റ്യൻ കണ്ടല്ലോ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മോൾസിന്റെ എണ്ണം കണക്കാക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 10 gram ഹൈഡ്രജൻ. നമുക്കറിയാം, സിമ്പിളി നമുക്കറിയാം മോൾസിന്റെ എണ്ണം കണക്കാക്കാനുള്ള മോൾസിന്റെ എണ്ണം കണക്കാക്കാനുള്ള ഇക്വേഷൻ അറിയാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, ഇപ്പൊ പോയ പയ്യന്റെ പേരെന്തായിരുന്നു? അബിറാം അല്ലേ? അബിറാം എന്ന പയ്യനല്ലേ പോയത് അല്ലേ? അവനാണ് കഴിഞ്ഞ ക്ലാസ്സിലും അലമ്പുണ്ടാക്കിയത്. ഈ ക്ലാസ്സിൽ അവൻ അലമ്പുണ്ടാക്കിയിട്ട് ലെഫ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ പറയൂ? Given mass by GM. Given mass divided by gram molecular mass. GMM. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എത്രയാ? ഗിവൺ മാസ് 10 ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഹൈഡ്രജന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാ? ഹൈഡ്രജന്റെ ഗ്രാം മോളിക്കുലാർ മാസ് 2.
ഹൈഡ്രജൻ 55. H2 എന്നാ എഴുതുക. H2 അല്ലേ? ഹൈഡ്രജൻ H2 എന്നാ എഴുതുക. ഒരാളുടെ മാസ് നമുക്കറിയാം 1 ആണെന്ന്. അപ്പൊ രണ്ടുപേരുടേത് 1 into 2 വരത്തില്ലേ? 1 into 2 വരും. അപ്പൊ 10/2 that is equal to 5 moles. Number of moles is equal to 5 mole. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. മോളിക്കുലാർ മാസ് നമുക്കറിയാമല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു വെച്ചത് അല്ലെ? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. അപ്പൊ ഹൈഡ്രജൻ H2 ആണ്. മോളിക്കുലാർ മാസ് എനിക്കൊരു ഡാൻസ് കളിക്കാൻ വേണ്ടുന്നു. ഡാൻസ് കളിച്ചോളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കുന്നവര്. താങ്കൾ ഡാൻസ് കളിക്കൂ. അഭിറാം പ്ലീസ് ഷോ യുവർ ഡാൻസ്. എനിക്ക് ഇഷ്ടമാണ് ഡാൻസ് കളിക്കുന്നവര്. ഒന്ന് നോക്കട്ടെ. കളിക്കുന്നില്ലേ? പോയാ? കളിക്കാതെ പോയിച്ചോ? ഹലോ കുട്ടികളെ, സാറേ അത് വേറെ എടുത്തണ സാറേ. ഇതാണ് നമ്മുടെ ക്ലാസ്. സാറായിട്ട് എണ്ണപ്പിൽ അബ്രാമിന്റെ പേരിൽ കേറിയിരിക്കുക ആണല്ലേ? ഇത് സാറേ 10G മുന്നേ യൂണിസ് മുന്നേ ഉണ്ട്, പക്ഷെ അവനല്ലത് വേറെ ആരോ അവന്റെ പേര് കേറിയിട്ടുണ്ട്. സാറേ നേരത്തെ വേറെ ഒരു പേരിൽ കേറി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾ പഠിപ്പിക്കാൻ നിന്നിട്ട് എന്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോയി മക്കളെ. എത്ര നേരമായിട്ടെന്നറിയാം. കാരണം ഞാൻ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് തുടർച്ച കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോവുക. ഞാൻ ഇതിന്റെ ക്ലാസ് ഇന്ന് 2 to 3 നല്ല ഭംഗിയായിട്ട് 10 ടീക്ക് എടുത്തതാ. ഒരു കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായിട്ട് പോയതാ. ഇതിപ്പോ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവർക്ക് കിട്ടുന്ന നേട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് കിട്ടും ഇവർക്ക് ഇങ്ങനെ മറ്റുള്ള കുട്ടികളുടെ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ട്? എന്താണ് ഒരു സമൂഹത്തിന് നൽകുന്ന സന്ദേശം? ഈ കുട്ടികൾക്ക് നൽകുന്ന സന്ദേശം എന്താ എനിക്കറിയില്ല. അവർക്ക് ഒരു പണിയുമില്ലാതെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ കയറിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പോകുന്നതാണ് കേട്ടെ. ഇത് 1ാമത്തെ ക്ലാസ് അല്ല, ഇത് 2ാമത്തെ ക്ലാസ് ആണ് തുടർച്ചയായിട്ട് ഇങ്ങനെ ആരംഭെടുക്കുന്നത്. മിക്കവാറും ഞാൻ അടുത്ത ദിവസം എന്ത് ചെയ്യുന്നറിയാവോ, സൈബർ സെല്ലിൽ നിന്നുള്ള ഒരു ഓഫീസറെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം ഇനി അടുത്ത നിമിഷം ഇവൻ എന്താ കാണിക്കുന്നതെന്നുള്ള പേടിയിലാണ് ഞാൻ നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അടുത്ത നിമിഷം ഇവൻ വീഡിയോ ഓൺ ചെയ്തിട്ട് എന്താണ് കാണിക്കുന്നതെന്നുള്ള ഭീതിയിലാണ് നിൽക്കുന്നത്. ഇത് ചിലപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ കാണും അത്തരത്തിലുള്ള ആള്. നമുക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും ഇങ്ങനെ പോവുകയാണെങ്കിൽ? ഇത് കഷ്ടമാണ്. ഇവർ എന്താണ് ചെയ്യുന്നത്? നമ്മളെ സുഖമായിട്ട് പഠിപ്പിക്കുന്ന, സുഖമായിട്ട് പോകുന്ന ഒരു ക്ലാസ്സിൽ കയറി അലമ്പെടുക്കുക. 2 ക്ലാസ് ആയിട്ട് ഇതാണ്. നിങ്ങളുടെ ക്ലാസ്സിന് എനിക്ക് പഠിപ്പിക്കാനേ പറ്റുന്നില്ല ഈ 2 ശല്യങ്ങളെ കൊണ്ട്. എവിടെന്നോ കയറിയിട്ടുണ്ട്. നിങ്ങളുടെ പിള്ളേര് തന്നെയാണ് ഈ ലിങ്ക് കൊടുക്കുന്നത്. ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്തുവരെ പഠിക്കാം. അവൻ വരിക വരാതിരിക്കുക എന്തുവരെ വീണ്ടും വരുന്നുണ്ട്. എനിക്ക് ചുമ്മാ അടിച്ചോണ്ടിരിക്കുക. അഡ്മിറ്റ് എൻട്രിങ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, ഇനി വരുന്നവരാരെയും നമ്മൾ കേട്ടില്ല. ഇത് ID കൂടെ പോലും നമുക്ക് പറ്റുന്നില്ല ഒന്നും. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മോൾസ്. പറയൂ, ഒച്ചത്തെ പറ. സാറേ എന്റെ അച്ഛനെ മാരാർക്കുളം സ്റ്റേഷനിലെ പോലീസുകാരനെ, അപ്പൊ ഒരു കാര്യം പറയാനുണ്ടെന്ന്. കൃഷ്ണാനന്ദ അല്ലേ? പറഞ്ഞോ മോളെ. പറഞ്ഞോ സാറേ, പറഞ്ഞോ സാറേ. കുറെ ദിവസമായിട്ട് വേറെ ആരോ കേറുവാ സാറേ ക്ലാസ്സില്. എന്നിട്ട് നമ്മുടെ ക്ലാസ്സിനെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യും. ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ആസിഫ് യൂസഫ് എന്ന് പറയുന്ന ഒരു കുട്ടി. അവൻ ഇതേപോലെ ഭയങ്കര ഡിസ്കഷൻ ഇതുണ്ടായിരുന്നു. ഇപ്പോഴും അയാൾ ഇവിടെ തന്നെ ഉണ്ടെന്നാ തോന്നുന്നു. എനിക്ക് മറ്റേ അഭിറാം എന്ന് പറയുന്ന മറ്റേ കുട്ടി ഇപ്പം സ്ഥിരം മെസ്സേജ് വിടുന്നുണ്ട്. പറഞ്ഞു സാറേ. നമ്മുടെ സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാവരും മൊബൈൽ നമ്പർ മേടിച്ച് ഷെയർ ചെയ്യും. എന്നിട്ട് ഇതിന്റെ അകത്ത് ഇല്ലാത്ത നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് എനിക്ക് തരിക. നന്ദുവിന് കൃഷ്ണനന്ദനെ എടുത്താൽ മതി, അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് ഒരു പരാതിയായിട്ട് എഴുതാം. നമ്മൾ അവനെ പൊക്കിയെടുക്കുക. വലിയ കാര്യമൊന്നുമല്ല, നിസ്സാര പരിപാടിയുള്ളൂ.
ഓക്കെ സാറേ. ഇങ്ങനെ നമുക്ക് എടുക്കാവുന്ന കാര്യമുള്ളൂ. അത് ഇതിനൊക്കെ വലിയ കേസ് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അന്നേരം ഇത് നിസ്സാരമായ കേസാണ്. സാർ കാര്യം ചെയ്താൽ മതി. ഇതിന്റെ അകത്ത് ഇപ്പൊ ശല്യപ്പെടുത്തുന്നവന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് നാളെ സാറ് മണ്ണഞ്ചേരി സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ടുതരിക. നാളെ രാവിലെ 10 മണിക്ക് കൊണ്ടുവന്നോ, ഞാനുണ്ടാവും സ്റ്റേഷനിൽ. നമുക്കത് അവന് പൊക്കാം. വലിയ കാര്യമൊന്നുമല്ല. ഇത്രയും പിള്ളേർ പഠിക്കുന്നത് ഇതുപോലത്തെ സാഹചര്യത്തിൽ ഇതുപോലത്തെ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതും സമ്മതിക്കലെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് നമുക്ക് അവനെ പൊക്കെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സാറൊന്ന് ആ നമ്പർ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ HM-നോട് കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് ടീച്ചറുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചോളാം. 10G കുട്ടികളുടെ നമ്പറാണ്, അതിനനുസരിച്ച് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ലീക്ക് ആവുന്നുണ്ട്. സാറേ ചെയ്യാം. സാർ ചെയ്യേണ്ട ആദ്യം എന്ന് പറഞ്ഞാല് സാറിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാവരുടെയും നമ്പർ എഴുതി വെക്കുക. എന്നിട്ട് ഈ നമ്പർ നോക്കിയിട്ട് ആദ്യം അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഈ നമ്പറിലുള്ളവരെല്ലാം കയറുന്നുണ്ടോന്ന് നോക്കുക. അതിനുശേഷം ആ നമ്പർ എടുത്തിട്ട് നേരെ നാളെ തന്നെ കൊണ്ടുവന്ന നമ്പറായി. പിന്നെ സാറേ ഗൂഗിൾ മീറ്റിൽ കൂടെ കയറാൻ നമ്പർ അല്ല സാറേ കാണിക്കുന്ന, മെയിൽ ID അല്ലേ? മെയിൽ ID ആണ് കാണിക്കുന്നത്. മെയിൽ ID കൂടെ അല്ലേ? നമ്പർ ആണെങ്കിൽ നമ്പർ വഴി കയറുകയാണെങ്കിൽ ആരെയും നമ്മൾ പിടിച്ചിരിക്കും. മെയിൽ ID ആയതാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അത് മതി. മതിയല്ലേ? അത് വെച്ചിട്ട് ഓക്കെ. കാര്യങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ആരോ ചാരന്മാരുണ്ട് ഈ നമ്മുടെ ക്ലാസ്സിൽ. ആരോ ഈ നമ്പർ ലീക്കാക്കി കൊടുക്കുന്നു. അതെ, ലിങ്ക് ചോർത്തി കൊടുക്കാനായിട്ട് നമ്മുടെ ഇവിടെ ചാരന്മാരുണ്ട്. അതെ, അവന്മാരെ പൊക്കാം. അവന്മാരെ പൊക്കി എടുത്തരാം. സാറ് ആൾക്കാർക്ക് ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ല. സാറ് നാളെ തന്നെ ഒരു പരാതിയായിട്ട് എഴുതി ആ മെയിൽ ID ഏതാണെന്ന് വെച്ചാൽ അതും കൂടി എനിക്ക് നമുക്കൊന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. ചെയ്യാം സാറേ, തീർച്ചയായും ചെയ്യാം. ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ മക്കളെ നമുക്ക് ആ കേസൊക്കെ വിടുക. നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. എത്രയാണ് ഗിവൺ മാസ്? 10 ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് 2. അപ്പൊ 10/2 എന്ന് പറയത്തില്ലേ? ഗ്രാം മോളിക്കുലാർ മാസ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തിയ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. വിടുമോളെ, ആ കേസ് നമ്മൾ വിട്ടു കേട്ടാ. ഒരു പയ്യൻ മെസ്സേജ് വിട്ടു, ഞാനത് പറയും. അപ്പൊ ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് 1 ആണ്. അപ്പൊ മോളിക്കുലാർ മാസ് എത്ര വരും? 1 × 2 10/2 5 മോൾ എന്ന് കിട്ടിയല്ലോ. അപ്പം നമുക്ക് 5 മോൾ എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് മോളിക്യൂൾസ് പറയൂ. 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 മോളിക്യൂളാണ്. 1 മോൾ 6.022 × 10⁻23 മോളിക്യൂളാണ്. അപ്പൊ 5 മോൾ എത്രയാ? 5 മോൾ 5 × 6.022 × 10⁻23 മോളിക്യൂളാണ്. ഓക്കെ, കിട്ടിയല്ലോ അത്. ഇനി നോക്കൂ, ഈ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് മോളിക്യൂൾസ് കഴിയായിട്ട് നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ആറ്റംസ്. എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പറയാൻ പറയാവോ? ഇപ്പൊ ഹൈഡ്രജൻ H2 അല്ലേ പറഞ്ഞത്? അതിനൊരു ഹിന്റ് ഉണ്ട്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതിയെ. ഹൈഡ്രജന്റെ ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട്. ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉള്ളത്? 2 ആറ്റം. ഇപ്പൊ 2 ഹൈഡ്രജന്റെ മോളിക്യൂളിൽ എത്ര ആറ്റം കാണും? 4. 3-ലാണെങ്കിലോ 6. ഇരട്ടി ആറ്റംസ് കാണും. ഒരു ഹൈഡ്രജന്റെ മോളിക്യൂളിൽ 2 ഹൈഡ്രജന്റെ ആറ്റം, 2-ല് 4, 3-ല് 6. അങ്ങനെയാണെങ്കിൽ 5 × 6.022 × 10⁻23 എത്ര ആറ്റംസ് ഉണ്ടാവും? ഇത്രയും മോളിക്യൂൾസ് ആണെന്ന് കണ്ടെത്തി. 5 × 6.022 × 10⁻23 മോളിക്യൂൾ ആണെന്ന് കണ്ടെത്തി. അപ്പൊ ഇതിന്റെ ഇരട്ടി ആറ്റംസ് കാണത്തില്ലേ? ഒരു മോളിക്യൂളിൽ 2 ആറ്റം. അപ്പൊ 5 × 6.022 × 10⁻23 മോളിക്യൂളിൽ 5 × 2 that is 10. 10 × 6.022 × 10⁻23 ആറ്റംസ് ആണ് ഉള്ളത്. ഓക്കെ, ഇത് മറ്റൊരു രീതിയിൽ കൂടെ കണ്ടെത്താം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ മറ്റൊരു രീതി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് വെച്ച് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ഇതിനു മുമ്പ് ചെയ്ത പ്രോബ്ലം നോക്കിയേ, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നെന്ന്. അത് ഈ രീതിയിലായിരുന്നു. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ നമ്മൾ അവിടെ എന്ത് ചെയ്തു എന്നറിയാവോ? നമ്പർ ഓഫ് മോൾ ആറ്റം കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് എന്ത് കണ്ടുപിടിച്ചു? മോൾ ആറ്റം കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ അവിടെ നമ്പർ ഓഫ് മോൾ ആറ്റം കണ്ടുപിടിച്ചു. എന്താ ഇക്വേഷൻ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM. നേരത്തെ ചെയ്ത കണക്കൊന്ന് നോക്കിയാൽ മതി. ഇതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇപ്പൊ ഗിവൺ മാസ് നമുക്കറിയാം 10. ഗ്രാം അറ്റോമിക് മാസ് നമുക്കറിയാം 1 അല്ലെ? ഗ്രാം അറ്റോമിക് മാസ് ഹൈഡ്രജന്റെ എത്രയാ? 1. അപ്പൊ 10 മോൾ ആറ്റം ഒന്ന് കിട്ടത്തില്ലേ? അപ്പൊ ആറ്റം എന്ന് പറഞ്ഞാൽ 10 × 6.022 × 10⁻23. 10 മോൾ ആറ്റം ഒന്ന് കിട്ടത്തില്ലേ? ഇതേ കണക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ചെയ്യിച്ചു കഴിഞ്ഞ കണക്ക്.
ഓക്കെ, ഈ രീതിയിലും ചെയ്യാം. കാരണം ഇവര് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. ഈ ആശയങ്ങളെല്ലാം, കൺസെപ്റ്റുകളെല്ലാം പരസ്പരം റിലേറ്റഡ് ആണ്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം കൂടെ ഇന്ന് പാഠം തീർക്കണം എങ്ങനെയെങ്കിലും. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ, വൺ മോർ ക്വസ്റ്റ്യൻ. 128 gram of, sorry, 128 വേണ്ട, 90 gram of water is given. H2O is given. Calculate number of moles. Calculate number of moles and number of molecules present. എന്താ പറഞ്ഞത്? 90 gram വാട്ടർ തന്നിരിക്കുക. 90 gram of water is given. നിങ്ങളുടെ കയ്യിൽ 90 gram വാട്ടർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ്, അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ? കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തിനാ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിൽ കിടക്കുക. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. അപ്പൊ നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടെത്തണം. ആരുടേത്? വാട്ടറിന്റേത്. അതിന് നിങ്ങൾ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണെന്നും ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണെന്നും അറിയണം. അപ്പൊ നമുക്ക് ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടെത്താൻ പറ്റും. എങ്ങനെ? GMM ഓഫ് H2O, ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് H2O. ഇത് കണ്ടെത്തണം. ഒന്ന് കണ്ടെത്തിക്കേ. ആ 18 നമ്മൾക്ക് അറിയാം. 18 ഹൈഡ്രജൻ 1 ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. 1 × 2 പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. 16 × 1 that is 18 ഗ്രാം എന്ന് പറയാം. ഗ്രാം അറ്റോമിക് മാസ് ആകുമ്പോൾ 18 ഗ്രാം എന്ന് പറയാം. ഇനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് എന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM, ഗ്രാം മോളിക്കുലാർ മാസ്. എന്താ ഇർഫാനെ താമസിച്ചത്? Number of moles is equal to given mass എത്രയാ? given mass 90. ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാ? 80. 90 by 18 എത്ര കിട്ടും? 90നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 വെച്ച് വെട്ടാം. 5 9 90, 20 18. ലാസ്റ്റ് നമ്പർ ഓഫ് മോൾസ് 5 എന്ന് കിട്ടും. വെട്ടി ചെയ്തോ. നമ്പർ ഓഫ് മോൾസ് 5 ആണെങ്കിൽ എത്രയായിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ്? പറയാവോ? 5 × 6.022 5 × 6.022 × 10⁻23. അപ്പൊ ഗ്രാം അറ്റോമിക് മാസും മോൾ ആറ്റവും തമ്മിൽ ബന്ധം. ഗ്രാം മോളിക്കുലാർ മാസ് തന്നെയാണ് മോൾസ്. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് തന്നെയാണ് നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് തന്നെയാണ് നമ്പർ ഓഫ് മോൾ ആറ്റം. രണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ കാര്യം ഈ കാര്യം കൂടെ രണ്ടും ഒന്ന് തന്നെ, കണക്റ്റഡാ. ഓക്കെ, തുടച്ചോട്ടെ. ഓക്കെ, ക്ലാസ് എടുക്കും കേട്ടോ. ഒരു നമുക്ക് ആ പാഠം ഒന്ന് തീർക്കാം. ചിലരെ കൂടെ ഉണ്ട് ക്ലാസ്. അടുത്ത ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്പർ ഓഫ് മോൾസും വോളിയവും തമ്മിലുള്ള റിലേഷനാണ്. ഏതാണ്? നമ്പർ ഓഫ് മോൾസും വോളിയവും തമ്മിലുള്ള റിലേഷൻ.
അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ ഓഫ് മോൾസും മോളിക്യൂൾ വെച്ചിട്ടൊക്കെ പറഞ്ഞു. ഈ നമ്പർ ഓഫ് മോൾസും വോളിയവും തമ്മിൽ ഒരു റിലേഷൻ ആണ്. അതാണ് പറയാൻ പോകുന്നത്. നമ്മൾ അവോഗാഡ്രോ ലോ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, മോളിക്യൂൾസിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ വോളിയവും കൂടും. വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അവോഗാഡ്രോ ലോ ഏറ്റവും ലാസ്റ്റ് പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വോളിയവും നമ്പർ ഓഫ് മോൾസുമായിട്ടുള്ള ഒരു കാര്യം ഏറ്റവും ലാസ്റ്റ് പഠിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഈ പറയാനുള്ള കാര്യം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഞാനൊരു ഗ്യാസ് എടുക്കുവാണ്, ഹൈഡ്രജൻ എടുത്തു. ഹൈഡ്രജന്റെ ഒരു 1 മോൾ എടുക്കുന്നു. 1 മോൾ ഹൈഡ്രജന്റെ 1 മോൾ. അതുപോലെ അപ്പുറത്ത് വേറൊരു സിലിണ്ടറിൽ 1 മോൾ ഓക്സിജൻ. ഐ ആം ടേക്കിംഗ് 1 മോൾ ഓക്സിജൻ. 1 മോൾ ഓക്സിജൻ ഗ്യാസും എടുക്കുന്നു. ഇപ്പുറത്ത് കാർബൺ ഡയോക്സൈഡും 1 മോൾ എടുക്കുന്നു. കാർബൺ ഡയോക്സൈഡും 1 മോൾ എടുക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ഇതിന്റെ പ്രഷറോ ടെമ്പറേച്ചറോ മാറിയാൽ വോളിയവും മാറും. നേരത്തെ പഠിച്ചിട്ടുണ്ട്, ബോയിൽ നിയമം അനുസരിച്ചിട്ട് പ്രഷർ മാറിയാൽ വോളിയം മാറും, ടെമ്പറേച്ചർ മാറിയാൽ വോളിയം മാറും. അപ്പൊ ഞാൻ ഇവരുടെ ഓരോരുത്തരുടെയും വോളിയം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവുക. ഇവരുടെ ഓരോരുത്തരുടെയും വോളിയം, ഇപ്പൊ ഹൈഡ്രജന്റെ വോളിയം, ഓക്സിജന്റെ വോളിയം, കാർബൺ ഡയോക്സൈഡിന്റെ വോളിയം, ഇവരുടെ 3 പേരുടെയും കൂടെ വോളിയം എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ ആവശ്യമായ സ്പേസ്, ആ വോളിയം എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ പരസ്പരം ഒന്ന് കമ്പയർ ചെയ്യാൻ പോവുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും സ്ഥിരമായിട്ട് വെക്കണം. ഇവരെടുത്ത പ്രഷറിൽ തന്നെ, ഇവരെടുത്ത ടെമ്പറേച്ചറിൽ തന്നെ മറ്റുള്ളവരെയും എടുക്കണം. മനസ്സിലായോ? കാരണം പ്രഷറും ടെമ്പറേച്ചറും മാറിയാൽ വോളിയവും മാറും. നമുക്കറിയാം, 1 മോൾ ഹൈഡ്രജൻ എടുത്തു, 1 മോൾ ഓക്സിജൻ എടുത്തു, 1 മോൾ കാർബൺ ഡയോക്സൈഡ് എടുത്തു. ഇവരുടെ വോളിയം എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാനാണ് ഞാനത് പോകുന്നത്. അതിന് ഞാൻ ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്തിരിക്കണം, പ്രഷറും ടെമ്പറേച്ചറും മാറ്റരുത്. ഇവരെടുത്ത പ്രഷറിൽ തന്നെ, ഇവരെടുത്ത ടെമ്പറേച്ചറിൽ തന്നെ മറ്റുള്ളവരെ എടുക്കണം, അല്ലെങ്കിൽ വോളിയത്തിൽ ചേഞ്ച് സംഭവിക്കും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവരെടുത്തിരിക്കുന്ന വോളിയം ഒന്ന് ആലോചിക്കുക. ഇവരെടുത്ത വോളിയം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു X ലിറ്റർ ഉണ്ടെന്ന് കരുതുക. എത്രയാണ്? X. അതേ X തന്നെയായിരിക്കും ഇവരുടെ വോളിയവും, അതേ X തന്നെയായിരിക്കും ഇവരുടെ വോളിയവും. അടുത്ത വേറൊരു ഗ്യാസും ഇതേ പ്രഷറിലും ടെമ്പറേച്ചറിലും എടുത്താൽ, വേറെ ഒരു ഗ്യാസ് കൂടെ ഇതേ പ്രഷറിലും ഇതേ ടെമ്പറേച്ചറിലും എടുത്താൽ അവരുടെ വോളിയം ഈ വാല്യൂ തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അണ്ടർ സെയിം കണ്ടീഷൻസ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഒരേ പ്രഷറിലും ടെമ്പറേച്ചറിലും ഈക്വൽ മോൾ ഓഫ് ഗ്യാസ് കണ്ടെയ്ൻ ഈക്വൽ വോളിയം. ഒരേ മോൾസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവരുടെ വോളിയത്തിന് മാറ്റമില്ല. അത് എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സയന്റിസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ഒരേ പ്രഷറിലും ഒരേ ടെമ്പറേച്ചറിലും ഒരേ നമ്പർ ഓഫ് മോൾസ് മാറരുത്. എല്ലാ നമ്പർ ഓഫ് മോൾസും ഒരേപോലെയാണെങ്കിൽ, ഇവിടെ 1 മോൾ എടുത്താൽ ഇവിടെ 1 മോൾ, ഇവിടെ 1 മോൾ എടുത്താൽ അതിന്റെ വോളിയവും എല്ലാത്തിന്റെയും ഒരേപോലെ ആയിരിക്കും. ഇത് X ആണെങ്കിൽ ഇത് X ആയിരിക്കും, ഇത് X ആയിരിക്കും. അടുത്ത വേറെ എണ്ണം കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ വോളിയവും അതേ വാല്യൂ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നു, ഈ ഗ്യാസിന് ഞാൻ 1 മോൾ ഹൈഡ്രജനെ ഞാൻ ഇവിടെ എടുത്തു. ഇവിടെ ഞാൻ 1 മോൾ ഹൈഡ്രജൻ എടുത്തു. അടുത്ത് ഞാൻ ഇവിടെ 2 മോൾ ഓക്സിജനും എടുത്തു. 1 മോൾ ഹൈഡ്രജനും എടുത്തു, അതേ പ്രഷറിലും ടെമ്പറേച്ചറിലും ഞാൻ 2 മോൾ ഓക്സിജനും എടുത്തു. 1 മോൾ ഹൈഡ്രജനും എടുക്കുന്നു, മോളിന്റെ എണ്ണം ഞാൻ ഇവിടെ മാറ്റി, 2 മോൾ ഓക്സിജനും എടുക്കുന്നു, ഇതേ പ്രഷറിലും ടെമ്പറേച്ചറിലും. അപ്പൊ 1 മോൾ ഹൈഡ്രജന്റെ വോളിയം ഞാൻ നോക്കിയപ്പോ ഒരു X ഉണ്ടായിരുന്നത് കേട്ട, X തന്നെ. അങ്ങനെയാണെങ്കിൽ 2 മോൾ ഓക്സിജന്റെ വോളിയം എത്രയായിരിക്കും എന്ന് പറയാമോ? 2x. 2x ആയിരിക്കും. 1 മോൾ ഹൈഡ്രജന്റെ വോളിയം X ആണെങ്കിൽ ഇവിടെ 1 മോൾ ഓക്സിജൻ ആയിരുന്നുവെങ്കിൽ അതിന്റെ വോളിയം X തന്നെയല്ലേ വരത്തുള്ളത്. അതിന്റെ കൂടെ 1 മോൾ കൂടെ കൂട്ടിയാൽ അതിന്റെയും വോളിയം X തന്നെയല്ലേ വരത്തുള്ളൂ, 2x ആയിരിക്കും. മനസ്സിലായോ അതിന്റെ ഐഡിയ? ഒരു കാര്യം, ഇവിടെ ഒരേ പ്രഷറിലും ഒരേ ടെമ്പറേച്ചറിലുമാണ് എങ്കിൽ ഈക്വൽ മോൾസ് എടുത്താൽ, തുല്യ മോൾസ് എടുത്താൽ, 1 മോൾ എല്ലായിടത്തും എടുത്താൽ അവരുടെ വോളിയം എല്ലാം ഒരേപോലെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, പരീക്ഷണങ്ങളിലൂടെ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത വേറൊരു കാര്യത്തിലോട്ട് പോവുകയാണ്. ഇനി ഈ 1 മോളിന്റെ വോളിയത്തെ, 1 മോളിന്റെ ഒരു വോളിയം ഉണ്ടല്ലോ, 1 മോളിന്റെ വോളിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം. 1 മോളിന്റെ വോളിയത്തെ ഏത് പേര് വിളിക്കും? മോളാർ വോളിയം എന്നാണ്. 1 മോൾ ഏത് ഗ്യാസിന്റെ വോളിയത്തെയും മോളാർ വോളിയം എന്നാണ് പറയുക. 1 മോളിന്റെ വോളിയത്തെ മോളാർ വോളിയം എന്ന് പറയും. ഇനി അതേപോലെ ഓരോ ഗ്യാസുകളുടെയും മോളാർ വോളിയം, ഈ വോളിയം മനസ്സിലാക്കാൻ വേണ്ടി സയന്റിസ്റ്റുകളും ഒരു ഫിക്സഡ് പ്രഷറും ടെമ്പറേച്ചറും എടുത്തിട്ടുണ്ട്.
ഓരോ ഗ്യാസിന്റെയും വോളിയത്തെ കുറിച്ച് പഠിക്കണം. ആ വോളിയത്തെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് സയന്റിസ്റ്റുകൾ ഒരു ഫിക്സഡ് പ്രഷറും ഫിക്സഡ് ടെമ്പറേച്ചറും എടുത്തിട്ടുണ്ട്. അവരെടുത്തിരിക്കുന്ന പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എന്താ വിളിക്കുക? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നും പറഞ്ഞ അവരൊരു ഫിക്സഡ് പ്രഷറും ഫിക്സഡ് ടെമ്പറേച്ചറും ഇത് പഠിക്കാനായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് 0 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് മീൻസ് 273 കെൽവിൻ, 273 കെൽവിൻ ആണ്. സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 180. സ്റ്റാൻഡേർഡ് പ്രഷർ ഏതാ? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ടുള്ള 180. അങ്ങനെ STP അതിനെ നമ്മൾ ചുരുക്കി അടിക്കുന്നതാ STP. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിന് നമ്മൾ പറയുന്ന പേരാണ് STP. STP മീൻസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ, 0 ഡിഗ്രി സെൽഷ്യസ് അഥവാ 0 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റാൻഡേർഡ് പ്രഷർ 180. അങ്ങനെ STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു ഗ്യാസിന്റെയും മോളാർ വോളിയം മീൻസ് 1 മോളിന്റെ വോളിയം 22.4 ലിറ്റർ ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. STPയിൽ ഒക്കുപ്പൈ ചെയ്യുന്ന എവറി ഗ്യാസ് ഓഫ് 1 മോൾ, ഏതൊരു ഗ്യാസിന്റെയും 1 മോൾ ഇറ്റ് ഒക്കുപ്പൈസ് 22.4 ലിറ്റർ. അതിന്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. അപ്പം 1 മോൾ ഓഫ് ഏത് ഗ്യാസും STPയിലാണെങ്കിൽ വോളിയത്തിന് മാറ്റമില്ല. വോളിയത്തിന് മാറ്റമുണ്ടോ? 22.4 ലിറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ 1 മോൾ ഹൈഡ്രജൻ എടുക്കുന്നു. 1 മോൾ ഹൈഡ്രജൻ എടുക്കുന്നു. ഏതിൽ? STPയിൽ. പ്രത്യേകം പറയുന്നു STPയിലായിരിക്കണം. STPയിൽ എടുത്താൽ അതിന്റെ വോളിയം ഇറ്റ് ഈസ് 22.4 ലിറ്റർ. 1 മോൾ ഓക്സിജൻ എടുക്കുന്നു. 1 മോൾ ഓക്സിജൻ എടുക്കുന്നു STPയിൽ. അതിന്റെ വോളിയത്തിന് മാറ്റമില്ല, 22.4 ലിറ്റർ. 1 മോൾ കാർബൺ ഡയോക്സൈഡ് എടുക്കുന്നു STPയിൽ. ഇതേ ടെമ്പറേച്ചറിലും ഇതേ പ്രഷറിലും 1 മോൾ കാർബൺ ഡയോക്സൈഡ് എടുത്താൽ വോളിയം മാറ്റമില്ല, 22.4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാവോ 1 മോളിന്റെ വോളിയം 22.4 ലിറ്റർ ആണ്. 2 മോളിന്റെ വോളിയം എത്രയായിരിക്കും STPയിൽ? 44.8. ഇരട്ടിയായിരിക്കും. 2 മോളിന്റെ വോളിയം 22.4 ലിറ്ററിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്പർ ഓഫ് മോൾസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നേരെ തിരിച്ച് ചോദിക്കുവാണ്. 22.4ലാണ് 1 മോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 44.8 ലിറ്റർ ഗ്യാസ് STPയിൽ തന്നു. എത്ര മോൾ ഉണ്ടാവും? 2 മോൾ. 2 മോൾ. 2 മോൾ അല്ലെ? അതെ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കണ്ടെത്താം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, വളരെ സിമ്പിൾ ആണ് ആ ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. കാരണം ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഉറപ്പാണ്. നമുക്ക് മോൾസ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു വാല്യൂ മാത്രം തന്നാൽ മതി. അറ്റോമിക് മാസ് അറിയണ്ട, മോളിക്കുലാർ മാസ് അറിയണ്ട, ഒരു സാധനം അറിയണ്ട, വോളിയം മാത്രം തന്നാൽ മതി. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. ഗിവൺ വോളിയത്തെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ വോളിയം മാത്രം തന്നാൽ മോൾസ് കണ്ടെത്താം നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ച്. മനസ്സിലായല്ലോ അല്ലേ? ക്ലിയർ അല്ലേ ഐഡിയ? അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. One 12 liter of 224 liter of question ആണ്. 224 liter of carbon dioxide is given at STP. 224 liter of carbon dioxide is given at STP. Calculate number of moles. Number of moles and number of molecules calculate number of moles, number of molecules, calculate number of moles, number of molecules, comma,
mass of the gas. (224) 224 liter of carbon dioxide is given at STP. STP യിൽ 224 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് നൽകിയിരിക്കുന്നു. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടുപിടിക്കണം, മാസ് ഓഫ് ദ ഗ്യാസിന്റെ മാസും കണ്ടുപിടിക്കണം. ശ്രമിച്ചു നോക്ക്. നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ഇക്വേഷൻ നമ്മുടെ കയ്യിലിരിക്കുന്നു. ഇതറിയാമെങ്കിൽ നമ്പർ ഓഫ് മോൾസ്, വോളിയം മാത്രം തന്നാൽ മതി, നമ്പർ ഓഫ് മോൾസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്താണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് given volume divided by 22.4. Given volume divided by 22.4. 10 mol. 10 ആണ് കിട്ടും അല്ലെ? അപ്പൊ given volume 224 divided by 22.4. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അറിയാൻ മേലാത്തവര് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ അടിയിലത്തെ പോയിന്റ് കളയണം. അടിയിലത്തെ പോയിന്റ് കളയണമെങ്കിൽ ഒരു സ്ഥാനം മാറിയാ പോയിന്റ് കിടക്കുന്നു, 1 പൊസിഷൻ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 224 0 224 കൊണ്ട് വെട്ടാം. അപ്പൊ 10 എന്ന് കിട്ടും. ഉറപ്പാ 10 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അതൊക്കെ മാത്തമാറ്റിക്സ് ജസ്റ്റ്. അപ്പൊ 10 എന്ന് കിട്ടും. അതാണ് അതിന്റെ മാർഗം അറിയാൻ മേലാത്തവർക്ക് വേണ്ടി. 224 224 ഡിവൈഡ് ബൈ 24 10 മോൾസ്. മോൾ എന്ന് കിട്ടിയാൽ എത്ര മോളിക്യൂൾ ഉണ്ട്? 10 മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾ ഉണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പറയൂ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂളാ? സിംപിളി ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂളാ? അവോഗാഡ്രോ നമ്പർ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂളാ? അവോഗാഡ്രോ നമ്പർ ഓഫ് 1 mole means Avogadro number of molecules. 1 mole atom means Avogadro number of atom. Atom ആണെങ്കിൽ 1 mole atom എന്ന് തന്നെ പറയും. 1 mole atom എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 atom. 1 mole എന്ന് മാത്രം പറഞ്ഞാൽ 6.022 into 10⁻23 molecule. അങ്ങനത്തെ 10 mole ഇല്ലേ? അപ്പൊ എന്ത് മാത്രമുണ്ട്? 10 into 6.022 into 10⁻23 molecule. കിട്ടിയില്ലേ? ഫാരിസ് വന്നു. ഫാരിസേ, എന്ത് പറ്റി? താമസിക്കുമല്ലോ മോൻ. തീരാറായ സാറേ? തീരാറായ? തീരാറായി. നീ പിന്നെ യൂട്യൂബ് ചാനൽ കാണുകട്ടാ. ശരി. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടുമല്ലോ. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മാസും കൂടെ കണ്ടെത്താൻ. ഇതിന്റെ എന്തുകൂടെ കണ്ടെത്തണം? മാസ്, വെയിറ്റ്, ഭാരം, മാസ് കൂടെ കണ്ടെത്തണം. ആർക്കെങ്കിലും പറയാവോ എങ്ങനെ ഇതിന്റെ മാസ് കണ്ടെത്തും? മാസ് കണ്ടെത്താൻ മാസും നമ്പർ ഓഫ് മോൾസും കൂടെ ഇക്വേഷൻ അറിയാം. നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തി. അപ്പൊ നമ്പർ ഓഫ് മോൾസും മാസും കൂടെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. ഓർക്കുന്നുണ്ടോ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, മോൾസിന്റെ എണ്ണം കണ്ടെത്താൻ ഇപ്പൊ എഴുതി വെച്ചു നേരത്തെ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. മറക്കരുത്. നമ്പർ ഓഫ് GMMന്റെ ഇക്വേഷൻ തന്നെ, നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ ഇക്വേഷൻ തന്നെ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, മോൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ്, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് അറിയാലോ. എത്ര മോൾ ഉണ്ട്? 10. 10 എന്ന് കൊടുക്കുക. ഇനി മാസാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിന് ഗിവൺ മാസ് എന്ന് തന്നെ കൊടുത്താൽ മതി. ഗിവൺ മാസ് അല്ലെങ്കിൽ എക്സ് എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ. ഗ്രാം മോളിക്കുലാർ മാസ് ആരുടേതായിരുന്നു? ക്വസ്റ്റ്യൻ ആരുടെയാ പറഞ്ഞിരുന്നത്? കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നിങ്ങൾ കാർബൺ ഡയോക്സൈഡിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് അറിയില്ലെങ്കിൽ അത് കണ്ടെത്തണം. ഗ്രാം മോളിക്കുലാർ മാസ് CO2 അത് നമ്മൾ കണ്ടെത്തണം. നമുക്ക് കണ്ടെത്താൻ പറ്റും. CO2 എന്ന് അടിയിൽ എഴുതിയിട്ട് കണ്ടെത്തിയാലും മതി. കാരണം അത് ഇട്ട് കൊടുക്കണം. എനിക്കറിയാം 44 ആണെന്ന്, കാണാതെ അറിയാം, അത് വേറെ കാര്യം. കാർബണിന്റെ ഒരെണ്ണത്തിന്റെ മാസ് 12 into 1 പ്ലസ് ഒരു ഓക്സിജന്റെ മാസ് 16
രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ 16 into 2 ടോട്ടൽ 12 പ്ലസ് 32 ദാറ്റ് ഈസ് ഈക്വൽ ടു 44. അപ്പൊ നമുക്ക് ഈ 44 അടിയിട്ട് കൊടുക്കാം. ഗ്രാം മോളിക്കുലാർ മാസ് അത് 44 ഗ്രാം 44. ഇത് നമ്മൾ സൈഡിലോട്ട് മാറ്റി കണ്ടുപിടിച്ചാലും മതി തൽക്കാലം. നമ്പർ ഓഫ് മോൾസ് 10 ആണെന്നറിയാം, ഗിവൺ മാസ് അറിയത്തില്ല, ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചു 44. തുടക്കാവോ? ഇനി എന്ത് കണ്ടുപിടിക്കും? ഗിവൺ മാസ് കണ്ടുപിടിക്കാമല്ലോ. എത്രയാ മാസ്? ഗിവൺ മാസ് പറയൂ. എന്ത് ചെയ്യണം ഈ ഗിവൺ മാസ് കണ്ടുപിടിക്കണം? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിന് ഇവിടെ നിർത്താൻ മറ്റേ അങ്ങോട്ട് കൊണ്ടുവരാം. 10 into 44 ദാറ്റ് ഈസ് ഈക്വൽ ടു 440 ഗ്രാം. 440 ഗ്രാം ഉണ്ട്. ഓക്കെ, 440 ഗ്രാം ഉണ്ട്. ഒന്ന് എഴുതി വെച്ചേക്കണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. മക്കളെ മറ്റൊരു കാര്യം ഞാൻ പറയാം, ഇതുകൊണ്ട് പാഠം ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇതിന്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അത് ഇനി പരീക്ഷയ്ക്ക് ശേഷമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എക്സാമിന്റെ പോർഷൻ കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഭംഗിയായിട്ട് ഇത് പഠിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോ ഉണ്ട്, അത് റിപ്പീറ്റ് കേൾക്കുക. എവിടെയാണ് സംശയം എന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പൊ അത് നന്നായിട്ട് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയവർക്ക് മാത്രമേ പാഠം നന്നായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ നല്ലവണ്ണം അത് പഠിക്കുക. ഇനി മറ്റൊരു കാര്യം, നിങ്ങളെല്ലാവരും ഇന്ന് വന്നിട്ടുള്ള കുട്ടികൾ എല്ലാവരും എന്റെ കെമിസ്ട്രി ഗ്രൂപ്പിൽ അവരുടെ പേരും ഫോൺ നമ്പറും ടൈപ്പ് ചെയ്ത് വിടണം. കാരണം എന്റെ കെമിസ്ട്രി ഗ്രൂപ്പിലായിരിക്കും പരിപാടി. ഞാൻ ലിങ്ക് അയച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും അവരവരുടെ കെമിസ്ട്രി ഗ്രൂപ്പിലോട്ട് അവരവരുടെ പേരും ഫോൺ നമ്പറും ടൈപ്പ് ചെയ്ത് ഇടണം. ഓക്കെ, ക്ലാസ്സിൽ വന്നവരാട്ടെ ക്ലാസ്സിൽ വരാത്തവരാട്ടെ എല്ലാവരും ഇടണം. ഓക്കെ, നിർബന്ധം. ആ പറഞ്ഞോ. ഡിവിഷനും ഇടണം. ആ ഡിവിഷൻ വിടണം. ഏതാണ് ഡിവിഷൻ എന്ന് വിടണം, നിർബന്ധമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ലെഫ്റ്റ് അടിക്കാം. ഇന്നത്തെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ ഇടുകയാണെങ്കിൽ ആരെങ്കിലും പുറത്തുനിന്നുള്ള ആള് കണ്ട നാണക്കേടാ, അറിയാലോ സ്ഥിതി. ഓക്കെ.